OTT വന്നൊരു വേറൊരു ഹിന്ദി സിനിമയാണ് ദ ബംഗാൾ ഫയൽസ്. ഹിന്ദി സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്നൊരു സിനിമയാണ് ദ ബംഗാൾ ഫയൽസ്. ഇന്ന് OTT റിലീസായ ഒരു തമിഴ് റൊമാൻറ്റിക് സിനിമയാണ് മിത്രാമണ്ഡലി. നല്ലൊരു റൊമാൻസ് ചിത്രമാണ് മിത്രാമണ്ഡലി. സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ. ഇന്ദ്രൻസ് നായകനായി ഇന്ന് OTT വന്ന സിനിമയാണ് പ്രൈവറ്റ് ഒരു ഇന്ദ്രൻസ് സിനിമയാണ്. ഇന്ന് OTT വന്നൊരു ആന്തോളജി സിനിമയാണ് ഷെയ്ഡ് ഓഫ് ലൈഫ്. ഇതൊരു ആന്തോളജി സിനിമയാണ്. ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. ഇന്ന് OTT വന്ന വേറൊരു ഫിലിപ്പിനോ 18+ പടമാണ് മാഡുലാസ്. ഇതൊരു ഫിലിപ്പിനോ 18+ പടമാണ്. ഇന്ന് OTT വന്ന വേറൊരു ഹിന്ദി ത്രില്ലർ സീരീസ് ആണ് ഡൽഹി ക്രൈം സീസൺ 3. ഇത് നെറ്റ്ഫ്ലിക്സിലാണ് റിലീസായിരിക്കുന്നത്. ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സീരീസാണിത്. ഇന്ന് OTT വന്ന വേറൊരു ഹിന്ദി സിനിമയാണ് ഹോം ബൗണ്ട്. ഹിന്ദി സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. ഇന്ന് OTT വന്നൊരു മലയാളം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് തെലുഗു സഹിതം. നിഷാൻ സാഗർ, അബു സലീം, മേജർ രവി തുടങ്ങിയവർ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന സിനിമയാണ് തെലുഗു സഹിതം. ഇത് തിയേറ്ററിൽ അങ്ങനെ വലിയൊരു വിജയമാകാത്ത സിനിമയാണ് തെലുഗു സഹിതം. ഇന്ന് OTT വന്നൊരു വേറൊരു സിനിമയാണ് തമിഴ് സിനിമയാണ് ഹാപ്പി ബർത്ത്ഡേ ലൂസി. ഇതൊരു ത്രില്ലർ ഹൊറർ സിനിമയാണ് ഹാപ്പി ബർത്ത്ഡേ ലൂസി. ഇത് നല്ലൊരു എൻ്റർടൈൻ ചെയ്യുന്നൊരു സിനിമയാണ്. സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ. ഇന്ന് OTT വന്നൊരു കിടുക്കാച്ചി തമിഴ് ത്രില്ലർ സിനിമയാണ് ലാറ. അടിപൊളി സിനിമ വെച്ചാൽ അടിപൊളി ഒരു ത്രില്ലർ സിനിമയാണ് ലാറ. ഈ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ. ഇന്ന് OTT വന്നൊരു വേറൊരു പടമാണ് ഇൻലൻഡ്. ഇത് തിയേറ്ററിൽ വരാത്തൊരു സിനിമയാണ് ഇൻലൻഡ്. ഈ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ. ഇത് ഞാൻ കാണാത്തൊരു സിനിമയാണ്. അടുത്തായി OTT വന്നൊരു സിനിമയാണ് ബൊഗോണിയ. ഇതൊരു ഇംഗ്ലീഷ് പടമാണ്. ഇംഗ്ലീഷ് പടം കാണുന്ന മച്ചന്മാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് ബൊഗോണിയ. അടുത്തായി OTT വന്നൊരു ഇംഗ്ലീഷ് സിനിമയാണ് ബ്ലൂ മൂൺ. ഇതും ഇംഗ്ലീഷ് പടം ഇഷ്ടപ്പെടുന്ന മച്ചന്മാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് ബ്ലൂ മൂൺ. ബ്ലൂ മൂൺ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തണേ. OTT റിലീസായ അടുത്തൊരു പടമാണ് ഇമ്പം. ലാലു അലക്സ്, ദീപക് പർമൂല്, മീര വാസുദേവ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചൊരു ചിത്രമാണ് ഇമ്പം. ഒക്ടോബർ 17, 2023 റിലീസായ ചിത്രം ഒക്ടോബർ 17 OTT റിലീസായിട്ടുണ്ട്. അതായത് 2 വർഷത്തിന് ശേഷമാണ് പടം OTTയിൽ വരുന്ന ഒരു റൊമാൻറ്റിക് ചിത്രമാണ് ഇമ്പം. ഈ പടത്തിൻ്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്ന ശ്രീജിത്താണ്. പടം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ. അടുത്തായിട്ട് പറയുന്ന ഒരു കിടുക്കാച്ചി റൊമാൻറ്റിക് മൂവിയെക്കുറിച്ചാണ് ഉസിറെ. നവീൻ ഡി ഗോപാൽ സംവിധാനം ചെയ്ത സിനിമയാണ് ഉസിറെ. ഓഗസ്റ്റ് 1 സിനിമ തിയേറ്ററിൽ റിലീസായത്. ഇത് TJ അരുണാസലാമും ജനനി ഗുണശീലനുമാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ചിത്രം ഒക്ടോബർ 31 ആഹ OTT പ്ലാറ്റ്ഫോമിൽ റിലീസായിട്ടുണ്ട്. പടം അടിപൊളി റൊമാൻറ്റിക് ഡ്രാമ ഫിലിമാണ്. ഒരു ചെറിയൊരു നൈസ് പടം. പടം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്തായിട്ട് പറയാൻ പോകുന്നത് നിശാഞ്ചി എന്നൊരു ഹിന്ദി സിനിമയെക്കുറിച്ചാണ്. ഇത് അനുരാഗ് കശ്യപ് സംവിധാനം ചെയ്തൊരു കിടുക്കാച്ചി ഡ്രാമ ത്രില്ലർ സിനിമയാണ് നിശാഞ്ചി. സിനിമയിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന ഐശ്വര്യയും വേദിക പിൻഡോയുമാണ്. 177 മിനിറ്റാണ് ചിത്രത്തിൻ്റെ ദൈർഘ്യം വരുന്നത്. ചിത്രം ആമസോണിൽ ഇപ്പോൾ ലഭ്യമാണ്. ചിത്രം കിടുക്കാച്ചി സിനിമ എന്ന് വെച്ചാൽ കിടുക്കാച്ചി സിനിമ, അടിപൊളി ആക്ഷൻ ത്രില്ലർ സിനിമയാണ്. സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലെയുള്ള OTT റിലീസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ വണക്കം.